ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഞാനിന്നൊരു ഫാമിലി വിസ UAE, നിങ്ങൾക്കറിയാലോ ഞാൻ UAE വർക്ക് ചെയ്യുന്നത്, താമസിക്കുന്നത്, വൈഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫാമിലി വിസ അടിക്കാൻ വേണ്ടി എന്തൊക്കെ റിക്വയർമെൻ്റ് ആണ് വേണ്ടത്, എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത്, എങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടണം. കാര്യങ്ങൾ വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് എഴുതി വെച്ചിട്ടൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പം ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ ബേസിക് ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു 4000 ദിർഹംസ് ശമ്പളം മന്ത്ലി വേണം. അതാണ് ബേസിക് റിക്വയർമെൻറ്റ്. ഒന്നുകിൽ 4000 ദിർഹംസ് ശമ്പളം, അല്ലെങ്കിൽ 3000 ദിർഹം ശമ്പളം പ്ലസ് അക്കോമഡേഷൻ. അപ്പം ഫസ്റ്റ് ഡോക്യുമെൻ്റ് വേണ്ടത് ശമ്പളം. അപ്പം അത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സാലറി സർട്ടിഫിക്കറ്റ് അതെന്തായാലും കൊടുക്കണം. പിന്നെ നമ്മളെ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ. അപ്പം അത് പറയുന്നത് വെച്ചാൽ നാട്ടിലിപ്പോൾ പഴയ കണക്കല്ല, ഒരു PDF സർട്ടിഫിക്കറ്റ് ആയിട്ടൊന്നുമില്ല, ഒരു PDF ആയിട്ടാണ് കിട്ടുന്നത്. അത് അറ്റസ്റ്റ് ചെയ്യണം. ഇപ്പം എല്ലാവരും പറയുന്നത് നോർക്ക് അറ്റസ്റ്റേഷൻ എന്നാണ്. ആക്ച്വലി അത് നോർക്ക് അറ്റസ്റ്റേഷൻ അല്ല, ഹോം അഫയേഴ്സ്, നാട്ടിലെ ഹോം അഫയേഴ്സ് അറ്റസ്റ്റേഷൻ ആണ്. അത് എന്തുകൊണ്ടും ഞാനിപ്പോൾ നാട്ടിൽ കൊടുത്തൊക്കെയാണ് ചെയ്യിച്ചിട്ട് പിന്നെ ആ ഒറിജിനൽ ഡോക്യുമെന്റ് ഇവിടെ എത്തിക്കണം. അത് ഭയങ്കര ചടങ്ങാണ്. അപ്പം അതെന്തുകൊണ്ടും ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ പല ടൈപ്പിംഗ് സെന്റേഴ്സും പലതാ പറയുന്നത്. 400 പറയുന്നവരുണ്ട്, 500 പറയുന്നവരുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് തിരക്കിയിട്ട് അത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം എനിക്ക് ചെയ്തപ്പോൾ നാട്ടിൽ ഏകദേശം ഒരു 10-200 രൂപയും ഇവിടെ ഒരു 220 ദിർഹംസുമായി. ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റ് തന്നെയാണ്. 420 ദിർഹംസ് ആവും. ഇവിടെ നിന്ന് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ കാര്യം. അല്ലെങ്കിൽ പിന്നെ ആ ഡോക്യുമെന്റ് ഇങ്ങനെ എത്തിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ വേറെ ആളെ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ ഒരു PDF പ്രിന്റ് എടുത്തിട്ട് ഇവിടെ ഒരാൾക്ക് ഒരു ടൈപ്പ് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാട്ടിൽ അയച്ച് നാട്ടിലെ സ്റ്റാമ്പ്, നാട്ടിലെ IAE എംബസി സ്റ്റാമ്പും ഇവിടുത്തെ സ്റ്റാമ്പും എല്ലാം കൂടെ ചെയ്ത് വരും. ഒരു 400 ദിർഹംസ് ആവും. അതാണ് രണ്ടാമത് വേണ്ട ഡോക്യുമെന്റ്. ഓക്കെ. മൂന്നാമത് നമുക്ക് വേണ്ടത് ഒരു ടെനൻസി കോൺട്രാക്ട്. അതിപ്പം കമ്പനി അക്കോമഡേഷൻ ഉള്ളവർക്കാണെങ്കിൽ കമ്പനിയിൽ നിന്ന് ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് NOC കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ടെനൻസി കോൺട്രാക്ട് കാണിക്കണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാം. ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ നമ്മുടെ എമിറേറ്റ്സ് സൈഡ് കൊടുക്കണം. ഓക്കെ. ലേബർ കോൺട്രാക്ട് കൊടുക്കണം. അപ്പോൾ ഒന്നെന്ന് ഞാൻ പറയാം. വേണ്ടത് ഫസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ ടെനൻസി കോൺട്രാക്ട് വേണം. ഓക്കെ. മൂന്നാമത് 4000 ദിർഹംസിന് ശമ്പളം വേണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് വരുന്നത് അതിപ്പം നമുക്ക് ചിലപ്പോൾ വരുന്നത് ഈ എക്സ്ചേഞ്ച്, ലൻസർ എക്സ്ചേഞ്ചിലെ ഒത്തിരി ആൾക്കാർക്ക് വരുന്നുണ്ട്. ഇതിപ്പോൾ അങ്ങനെ വരുന്നുള്ളവരാണെങ്കിൽ അതങ്ങനെ അവിടെ നിന്ന് പോയി എടുത്ത് കൊടുക്കണം. ഇത്ര ഡോക്യുമെൻ്റാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ വൈഫിൻ്റെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും, പിന്നെ ഒരു 3 കോപ്പി ഫോട്ടോ, അത് സ്കാൻ ചെയ്ത ഫോട്ടോ ഉണ്ടെങ്കിൽ ഓക്കെ, ഒരെണ്ണം സോഫ്റ്റ് കോപ്പി ആയിട്ട് കൊടുത്താലും മതി. ഇത്രയും ഡോക്യുമെന്റ് ആണ് ഇനിഷ്യലി വേണ്ടത്. പിന്നെ വേണ്ടത് ഇപ്പൊ ഇതിന്റെ കാര്യങ്ങൾ പിന്നെ വേണ്ടത് നമ്മൾ എമിറേറ്റ്സ് സൈഡിൽ കൊടുക്കും. അടുത്ത പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഇവരെ മാരേജ് സർട്ടിഫിക്കറ്റ് അറബിക് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. അതിന് ഏകദേശം ഒരു 60 ദിർഹംസ് എന്തോ അവർ ഈടാക്കുന്നുണ്ട്. പിന്നെ ഫയൽ ഓപ്പൺ ചെയ്യും. ഫയൽ ഓപ്പൺ ആക്കുന്ന 400. ഇതാണ് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ. ഇത്രയും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് പിന്നെ ഫയൽ ഓരോ എമൗണ്ട് പ്രൊസീജിയേഴ്സ് ആണ്. ഫയൽ ഓപ്പൺ ഒരു 400 ആവും. പിന്നെ എൻട്രി പെർമിറ്റ് ഒരു 400 ആവും. എൻ്റെ വൈഫ് ഇവിടെ ഉള്ളതുകൊണ്ട് വിസ ചേഞ്ചിങ്ങിന് 700 ദിർഹംസ് വിസയുടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്തു. ഇതിപ്പം വൈഫ് ഇവിടെ ഇല്ല, നാട്ടിലാണെങ്കിൽ ഈ ഒരു പൈസ നമുക്ക് സേവിങ്സ് ആണ്. പിന്നെ അവിടെ ഫൈനും ഉണ്ടായിരുന്നു. എന്താ പറയുക, വിസിറ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞുകൊണ്ട്. വിസിറ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ 210 ദിർഹംസും പിന്നെ ഉള്ള ഓരോ ദിവസവും 50 ദിർഹംസും വെച്ചാണ് ഇവിടുത്തെ പെനാൽറ്റി വരുന്നത്. അപ്പം അതും ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് ഫയൽ ഓപ്പൺ ചെയ്താൽ പിന്നെ നമുക്കൊരു 2 മാസത്തിനകത്ത് ഒരു 60 ദിവസം നമുക്ക് സമയം കിട്ടും. അതിനുള്ളിൽ ബാക്കി പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കിയാൽ മതി. പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇത്ര കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതാണ്. പിന്നെ അതിനുശേഷം മെഡിക്കൽ വരുന്നുണ്ട്. മെഡിക്കലൊരു ഇപ്പോൾ ടൈപ്പിംഗ് സെന്റേഴ്സ് പറഞ്ഞൊരു പ്രൈസ് ആണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ വ്യത്യാസം കൂടെ കാണും. ഡിപ്പെൻസ് അപ്പോൺ ടൈപ്പ്. ഒരു ആവറേജ് എമൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. മെഡിക്കലിനൊരു 300. ഇൻഷുറൻസിന് ഒരു ടൈപ്പ് സെന്ററുകാരെ എൻ്റെ അടുത്ത് 500 പറഞ്ഞത്, വേറെ ആൾ 550 പറയുന്നുണ്ട്. ഡിപ്പെൻഡ് ആണ്, മാറും. എമിറേറ്റ്സ് IDക്ക് 350, വിസ സ്റ്റാമ്പിങ് 500.
ഉദ്ദേശം എല്ലാം കൂടെ ചെയ്തു വരുമ്പോൾ ഒരു 3200 ദിർഹംസ് ആവും. പിന്നെ ഇവിടെ 1800-നും 2000-നൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയാണ്. ഉദ്ദേശം ഒരു അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയാണ്. ഉദ്ദേശം ഒരു 3000-3200 ആവും. അറ്റസ്റ്റേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3000 ദിർഹംസിനകത്ത് നിൽക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് വേണ്ട കാര്യങ്ങൾ, ഡോക്യുമെന്റ്. അപ്പൊ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.